സർജിക്കൽ അറ്റാക്കിന്റെ ദൃശ്യങ്ങൾ സൈന്യം സർക്കാരിന് കൈമാറി. ദൃശ്യങ്ങൾ പുറത്തുവിടുന്ന കാര്യം സുരക്ഷ സംബന്ധിച്ച മന്ത്രിസഭാ ഉപസമിതി പരിഗണിച്ചതായാണ് സൂചന. കേന്ദ്ര മന്ത്രിസഭായോഗം ദില്ലിയിൽ ചേരുകയാണ്. വിവരങ്ങളുമായി മനു ശങ്കരൻ ചേരുന്നു. മനു, പറയൂ. സ്വരാജ്, എന്തായാലും ഐക്യരാഷ്ട്രസഭയിലടക്കം പാകിസ്ഥാൻ ഉന്നയിച്ചിരുന്നത് മിന്നൽ ആക്രമണം ഇന്ത്യ നടത്തിയിട്ടില്ല, പകരം അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് ഷെല്ലാക്രമണം മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്നാണ് വാദിച്ചിരുന്നത്. ഇതിന് പിന്നാലെ വാഷിംഗ്ടൺ പോസ്റ്റ് പോലുള്ള ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇതേ വാർത്ത സ്ഥിരീകരിച്ചും മറ്റും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് വിവാദങ്ങൾ ഒഴിവാക്കണമെന്നാണ് പ്രതിപക്ഷ കക്ഷികൾ ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നത്. ഇതിനെ തുടർന്ന് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ഈ വീഡിയോ ദൃശ്യങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തുവിടാനുള്ള സാധ്യതകളും ചർച്ചകളും പുരോഗമിക്കുന്നതായാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇന്ന് ക്യാബിനറ്റ് കമ്മിറ്റി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നിരുന്നു. ഇവിടെ ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി, അതോടൊപ്പം വിദേശകാര്യമന്ത്രി എന്നിവർ ചർച്ചയിലും ഈ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് നിലപാട് സ്വീകരിച്ചു എന്നാണ് അറിയുന്നത്. സൈന്യം നേരത്തെ തന്നെ 90 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ദൃശ്യങ്ങൾ പ്രതിരോധ മന്ത്രാലയത്തിന് നൽകിയതായി ചില ദേശീയ മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇത് സർക്കാർ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. എങ്കിലും ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടാനുള്ള നിലവിലെ സാഹചര്യങ്ങൾ സർക്കാർ ചർച്ച ചെയ്തു വരുന്നതായാണ് അറിയുന്നത്. ഈ വീഡിയോകൾ സർക്കാർ പുറത്തുവിട്ടേക്കും എന്ന് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അതേസമയം ഒരു ദേശീയ മാധ്യമം നിലവിൽ 5 ദൃക്സാക്ഷികളുടെ മൊഴി ഈ പാക് അധിനിവേശ കാശ്മീരിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഇന്ത്യ ആക്രമണം നടത്തി എന്നാണ് ഈ ദൃക്സാക്ഷികൾ സ്ഥിരീകരിക്കുന്നതായി പത്രം റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത് ഈ കൊല്ലപ്പെട്ട പാകിസ്ഥാൻ ഭീകരവാദികളുടെ മൃതശരീരവുമായി പാക് സൈന്യത്തിന്റെ ട്രക്ക് കടന്നു പോകുന്നതായി തങ്ങൾ കണ്ടു എന്നാണ് ഈ ദൃക്സാക്ഷികൾ മൊഴി നൽകിയിട്ടുള്ളത്. അതോടൊപ്പം ലഷ്കർ-ഇ തായിബ ഭീകരർ സ്ഥിരം താമസിക്കാറുള്ള കെട്ടിടം പൂർണ്ണമായി തകർന്നു കാണപ്പെട്ടതായും ഈ ദൃക്സാക്ഷികൾ തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. അതിനാൽ ഈ വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ തെളിവുകൾ കൂടി പുറത്തുവിടുന്നതാണ് നിലവിൽ സർക്കാരിന് ഉചിതമായ നീക്കം എന്നാണ് നിലവിൽ ക്യാബിനറ്റ് കമ്മിറ്റിയിലും ഉയർന്നു വന്ന നിർദ്ദേശം. ശരി, മനു ശങ്കരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.